നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. നിങ്ങൾ ഓടിക്കുന്ന വാഹനത്തെപ്പറ്റി നിങ്ങൾ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. കുറ്റങ്ങളും കുറവുകളും ഗുണങ്ങളും എല്ലാം പറയാനുള്ളൊരു വേദിയാണ് റാപ്പിഡ് ഫയർ. ഇന്ന് നമ്മോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനിയായ മാരുതി സുസുക്കിയാണ്. അപ്പോൾ മാരുതി സുസുക്കി ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ആണ് വരാൻ പോകുന്നത്. നിങ്ങൾ ഈ ഓണക്കാലത്ത് മാരുതിയുടെ വാഹനങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത് 5 കോടി രൂപയുടെ സമ്മാനങ്ങളാണ്. അതായത് ഓഗസ്റ്റ് 18 മുമ്പ് നിങ്ങൾ മാരുതി സുസുക്കി അരീനയിൽ വരുന്ന മോഡലുകൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 10,000 രൂപയുടെ ഒരു സ്വർണ്ണ നാണയം നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. അത് ഓഗസ്റ്റ് 18 വരെ മാത്രമുള്ള ഓഫറാണ്. എന്നാൽ അതിനുശേഷവും ഓണക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഓഫേഴ്സുണ്ട്. അതായത് നിങ്ങൾ അരീനയിൽ വിൽക്കുന്ന ഏതൊരു മോഡൽ വാങ്ങിച്ചാലും നിങ്ങൾക്ക് സമ്മാനങ്ങൾ, അപ്രതീക്ഷിതമായ സർപ്രൈസ് ഗിഫ്റ്റുകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ ഏറ്റവും പുതിയ സ്വിഫ്റ്റ് വന്നു കഴിഞ്ഞല്ലോ. ഏറ്റവും പുതിയ സ്വിഫ്റ്റിന് ആദ്യമായിട്ട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി ഈ ഒരു ഓണക്കാലത്ത്. അപ്പോൾ സ്വിഫ്റ്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം സമ്മാനങ്ങളാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 18 മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ട് കിട്ടാൻ പോകുന്ന 10,000 രൂപയുടെ ഒരു സ്വർണ്ണ നാണയമാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ മാരുതി സുസുക്കി മലയാളികൾക്ക് വേണ്ടി ഓണക്കാലത്ത് തരുന്ന ഈ ഒരു ഗിഫ്റ്റുകളെല്ലാം തന്നെ സ്വന്തമാക്കാൻ നിങ്ങൾ ഉടൻ തന്നെ മാരുതി സുസുക്കി അരീന ഷോറൂമുകളിൽ വിളിക്കുക, എന്നിട്ട് സമ്മാനങ്ങൾ നേടുക. അപ്പോൾ ചെറിയ ഹാഷ് ബാക്കുകളിലെ ഏറ്റവും ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനം എന്നറിയപ്പെടുന്ന ക്വിഡിൻ്റെ ഓണറിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമസ്കാരം. പേര്? വിഷ്ണു. എന്ത് ചെയ്യുന്നു വിഷ്ണു? ബിസിനസ്സാണ്, ഇവന്റ് മാനേജ്മെന്റാണ്. ഇവിടെ കൊച്ചി. ശരി. അങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ തിരിച്ചിപ്പോൾ കയറി വരുന്നുണ്ട്. കൊറോണ ടൈമിൽ ഡൗൺ ആയിരുന്നു, ഇപ്പോൾ കയറി വരുന്നുണ്ട്. ശരി. കല്യാണങ്ങളൊക്കെ ഇവന്റുകാരെ ഏൽപ്പിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അല്ലേ? എന്താ കമ്പനിയുടെ പേര്? കോഹിനൂർ. ശരി. ഓക്കെ. അപ്പോൾ കോഹിനൂർ എല്ലാവരും നോക്കി വെച്ചോ കേട്ടോ. ഇവന്റ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ധാരാളം ഓട്ടോ ഉണ്ടാവുമല്ലോ ഇവന്റ് മാനേജ്മെൻറ്റ് കമ്പനിയൊക്കെ ഉള്ള ആൾക്ക് അല്ലേ? ഇതാണോ? ഇതിപ്പോൾ ഞാൻ വൈഫിന് വേണ്ടി എടുത്ത വണ്ടിയാണ്. പുള്ളിക്കാരി ഇപ്പോൾ ഒന്ന് ഓടിച്ച് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇപ്പോൾ എടുത്തോളൂ 2 മാസമായിട്ട്. ശരി. ഏത് വേരിയൻ്റ്? AMT ആണോ? AMT വേരിയൻ്റ് ആണ്. എൻ്റെ വൈഫ് ഓടിച്ചു തുടങ്ങിയോ? ഇപ്പോൾ പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരി. അപ്പോൾ ഏതായാലും വിഷ്ണു ഓടിക്കുന്നുണ്ടല്ലോ കാര്യമായിട്ട്. ഏതാ അല്ലെങ്കിൽ വിഷ്ണുവിന് വേണ്ടി ഏതാ? എക്കോസ്പോർട്ട് ആയിരുന്നു. ഓൾറെഡി നേരത്തെ ഒരു എക്കോസ്പോർട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, UK യിലായിരുന്നു. വൈഫിൻ്റെ സ്റ്റഡീസായിട്ട് പോയതാണ്. പോയപ്പോഴേക്കും എക്കോസ്പോർട്ട് കൊടുത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഈ വണ്ടി എടുത്തതാണ്. നിലവിൽ സിസ്റ്ററിന്റെ വണ്ടി ഇപ്പോഴും എക്കോസ്പോർട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. 2013 വണ്ടി, ഈ സെയിം നമ്പർ തന്നെ. ശരി. ഇക്കോസ്പോർട്ട് ഉള്ളവരൊന്നും വിൽക്കുന്നില്ല അല്ലേ? അപ്പോൾ വൈഫ് അപ്പോൾ അവിടെ പഠിച്ചിട്ട് തിരിച്ചിങ്ങ് പോന്നു. കംപ്ലീറ്റ് ചെയ്തു. അവിടെ ഞങ്ങൾ പിന്നെ സ്റ്റേ ബാക്ക് നിന്നില്ല. ഇവിടെ വന്ന ആളിപ്പോൾ ഒരു സ്കൂളിൽ കയറി ടീച്ചറായിട്ട്. അപ്പം എങ്ങനെയുണ്ട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ക്വിഡിനെ പറ്റി? ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ഞാനൊന്ന് ജസ്റ്റ് 2 ട്രിപ്പ് പോയി, 3 യാത്ര പോയായിരുന്നു. കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞ വീക്ക് ഒന്ന് പാലക്കാട് മലമ്പുഴയും പോയായിരുന്നു. അത്യാവശ്യം ഒരു 17.5 കിലോമീറ്റർ മൈലേജ് കിട്ടി പാലക്കാട് പോയപ്പോൾ. ശരി. കിഡിനെ പറ്റി പൊതുവെ പരാതി മൈലേജ് കുറവാണ്, അത്ര കിട്ടി പക്ഷേ അല്ലേ? അതുപോലെ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, മറ്റ് വണ്ടികളിലെല്ലാം AMTക്ക് +- മോഡ് ഉണ്ടെങ്കിൽ ഇതിനതില്ല. ഇതിനകത്ത് നോബാണ്. ഇത് ആ ഡ്രൈവിലിട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലേ? ഇടയ്ക്ക് നമുക്ക് ഒരു തരത്തിലും എന്താ മാനുവലി ഷിഫ്റ്റിംഗ് ഒന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഓട്ടോമാറ്റിക് ഓടിക്കുന്നത്, ഇതിനകത്താണ് ഞാൻ പഠിച്ചത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇത് കയറി പോകാത്തതിൻ്റെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ലേ അല്ലേ? ഇടയ്ക്ക് നിർത്തിയിട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയ പരങ്ങിയിട്ട് പോകും. ഓട്ടത്തിൽ നമുക്കറിയില്ല. ഇതിപ്പോൾ എത്ര രൂപയായി ഇത് ഓൺ റോഡ്? ഓൾമോസ്റ്റ് 7,000. 7,000. ശരി. അത്യാവശ്യം സർവീസ് പാക്കേജും 5 വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ 1 lakh കിലോമീറ്റർ അങ്ങനെ ഒരു പാക്കേജ് കൂടി എടുത്തിട്ട്. എന്തുകൊണ്ടാണ് കിഡ് എടുത്തത്? കാരണം ഈ സെഗ്മെന്റിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കിഡ്? ഫാമിലിയിൽ ഓൾറെഡി ഒരു കസിന് മാരുതിയുടെ എക്സ്പ്രസ്സോ വണ്ടി ഉണ്ടായിരുന്നു. ഞാനത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോഴേക്കും അതിൽ നിന്ന് കമ്പയർ ചെയ്ത് എനിക്ക് ഇത് കണ്ടപ്പോൾ സ്റ്റിയറിംഗ് ഇലക്ട്രോണിക് ആണ്, കുറച്ചും കൂടി സ്മൂത്ത്നെസ് എനിക്ക് തോന്നി. പിന്നെ ബിൽഡ് ക്വാളിറ്റിയും കുറച്ചും കൂടി കൂടുതൽ തോന്നിയത്, അതുകൊണ്ടാണ് അത് എടുത്തത്. ബിൽഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഇരിക്കുമ്പോൾ തോന്നാറുണ്ട് വണ്ടിയുടെ കാര്യത്തിൽ. എന്താണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? നല്ല കംഫോർട്ടാണ്, പ്രത്യേകിച്ച് സിറ്റി ഡ്രൈവിൽ. പിന്നെ ഞാൻ മൂന്നാർ പോയപ്പോഴും ഇതിൻ്റെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഫീച്ചർ ഉണ്ട്. അതും പിന്നെ ഞാൻ റീസെൻ്റ്ലി ഫോറം മാളിൽ 5ാം നിലയിൽ പോയി പാർക്ക് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരുന്നു. അപ്പോൾ ആ ഫീച്ചർ എനിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. അതായത് പുറകോട്ട് ഉരുണ്ട് പോകില്ല നമ്മൾ മുന്നോട്ട് കയറി പോകുമ്പോൾ. അതെല്ലാവരും അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഹാഫ് ക്ലച്ചൊക്കെ മാനുവൽ ഉപയോഗിക്കുന്ന സാധനമാണ്, അതൊന്നും വേണ്ടി വരുന്നില്ല. അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ മിക്ക വണ്ടികളിൽ അത് വരുന്നുണ്ട്. എന്താണ് ഒരു ഡ്രോബാക്ക്? ഇപ്പം എന്തെങ്കിലും കൂടി ഒന്ന് ആകാമായിരുന്നു തോന്നി എന്തെങ്കിലും ഉണ്ടോ? ഡ്രോബാക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. ജസ്റ്റ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞുള്ളൂ, 2,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുള്ളൂ വണ്ടി. നിലവിലൊന്നും തോന്നിയിട്ടില്ല.
അപ്പോൾ വൈഫ് ഓടിച്ചു തുടങ്ങി ഇത് തന്നെ പഠിച്ചു തുടങ്ങിയിരിക്കുന്നത് അല്ലേ? അവനെ പെട്ടെന്ന് AMT തന്നെ പഠിച്ചു തുടങ്ങിയാൽ പിന്നെ ആ ഒരു ലാഗൊന്നും പുള്ളിക്കാരിക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ ഇനി ഇക്കോ സ്പോർട്ട് വിട്ടിട്ട് ഇനിയിപ്പോൾ എന്താണ് അടുത്ത പരിപാടി? വേറെ വണ്ടി നോക്കിയിട്ടില്ല. ഫോർഡ് തന്നെയാണ് പ്രിയം. 2013 മുതൽ ഫോർഡ് എക്കോ സ്പോർട്ട് ആദ്യം ഇറങ്ങിയ സമയത്ത് എടുത്ത വണ്ടിയാണ്, അതിപ്പോഴും ഉണ്ട്. പിന്നെ ഫോർഡ് കഴിഞ്ഞിട്ട് ഒരു വണ്ടിയോട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ UK പോയി ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ശേഷം എടുത്ത വണ്ടി ഇതാണ്. പിന്നെ വേറെ നോക്കിയിട്ടില്ല. ഇപ്പോൾ UK ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നല്ലോ. പ്രത്യേകിച്ച് ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും അതും എടുത്താൽ കുറച്ചുകൂടി ലാഭകരമല്ലേ? ഇലക്ട്രിക്കിനോട് ഇപ്പോൾ താല്പര്യമില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കുമായിരിക്കും. തീർച്ചയായിട്ടും അതൊരു എനിക്ക് തോന്നുന്നത് പറ്റുമായിരിക്കും. ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ധാരാളം ഓട്ടം ഉള്ളപ്പോൾ അത് സാധ്യതയുണ്ട്. പക്ഷേ നല്ല റേഞ്ചുള്ള വണ്ടി നോക്കി എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ UK വണ്ടി ഓടിക്കുമായിരുന്നോ? അവനിക്ക് അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അവിടുന്ന് ഇത്ര കാലം ഓടിച്ചിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഓടിച്ചു തുടങ്ങിയപ്പോൾ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയുണ്ട്? അത് അവിടുത്തെ രീതി അല്ല ഇവിടെ. ഇവിടെ നിയമങ്ങൾ സെയിം ആണ്, പക്ഷെ അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, ഇവിടെ സ്ട്രിക്റ്റ് അല്ല. അപ്പോൾ ആ രീതിയിൽ കുറച്ച് ഇവിടെ ഒന്ന് ഓടി റെഡി ആവാൻ ഇത്തിരി എനിക്ക് ടൈം എടുത്താണ്. ആദ്യത്തെ ഒരു 2 മാസം ഇങ്ങനെ വരുമ്പോൾ ഇത്തിരി ഇതായിരുന്നു. ഇപ്പം റെഡിയായി. ഇപ്പം അലമ്പായി. ഇപ്പം നമ്മൾ ഇന്ത്യയോടൊപ്പം തന്നെ അലമ്പ് കാണിച്ചാൽ മതി, കുഴപ്പമില്ല. ഞാൻ അടുത്ത കാലത്തും UK പോയി വണ്ടി ഓടിച്ചിട്ട് എനിക്ക് 38,000 രൂപയോളം ഫൈൻ വന്നു. ബസ് ബൈക്ക് കൂടെ ഓടിച്ചു അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മളെ പറഞ്ഞാൽ അത് നമ്മൾ കൊടുത്തു പോകും. കാരണം വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അടിസ്ഥാന സൗകര്യം തരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് ഫൈൻ അടയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഇവിടെ നമുക്ക് ഫൈൻ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ തരാതെയാണ് നമ്മുടെ മേൽ ഫൈൻ അടിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. എന്തായാലും UK എത്രയോ നമുക്ക് ഒരു ഡ്രൈവിന് പോകാം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ പോകാവുന്ന അവസ്ഥയുണ്ട് ഇവിടെ. പക്ഷേ അങ്ങനെ ഒരു അല്ല, ഇവിടെ ഡ്രൈവിന് പോയാൽ നമുക്ക് ഉള്ള എൻ്റെ മൂടൂടെ പോകും, തലവേദനയാവുന്നില്ല, മറ്റു കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കിഡിൻ്റെ ഒരു സന്തോഷമുള്ള ഓണറിനെയാണ് നമ്മൾ കണ്ടത്. എനിക്ക് ആകെ കിഡിൻ്റെ AMT തോന്നിയിരിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് പ്ലസ് മൈനസ് മോഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡ്രൈവ് മോഡിലിട്ട് ഓടിച്ചു പോകാമെന്നല്ലാതെ ഒരിക്കലും ഒന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു പ്രശ്നമുണ്ട്. അതൊഴിച്ച് നിർത്തിയാൽ നല്ലൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പം വൈഫിനോട് അന്വേഷണം പറയുക. അപ്പോൾ വൈഫ് ഇത് വണ്ടി ഓടിച്ച് പോകുന്നത് എവിടെയെങ്കിലും വെച്ച് കണ്ടോളാം കേട്ടോ. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഒരു എർട്ടിക ഓണറിനെയാണ്. നമസ്കാരം. നമസ്കാരം. പേര്? സന്ദീപ്. സന്ദീപ്. ഞാനിവിടെ കൊച്ചി ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്യും. ഷിപ്പ്യാർഡില്ല? ശരി. എവിടെയാണ് നാട്? മേലുകാവ് ഇരാറ്റുപേട്ടയ്ക്കടുത്താണ്. നമ്മുടെ മറ്റേ ബാലന്റെ സ്ഥലം അല്ലേ? ബാലന്റെ സിനിമയിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ മേലുകാവ് എന്ന് പറയുന്നത്? മേലുകാവ് തന്നെയാണോ ഷൂട്ട് ചെയ്തത് ആ സിനിമ? മേലുകാവിന് തൊട്ടടുത്താണ് കുറച്ച് ഭാഗങ്ങൾ, കുറച്ച് മുട്ടം റൈഫിൾ ക്ലബ്ബിൽ ശരി ശരി. എത്ര കാലം ഇപ്പോൾ ഇവിടെ? ഞാനിവിടെ 14 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഷിപ്പ്യാർഡിൽ. ശരി. അപ്പോൾ സ്ഥിരമായി ഓഫീസിൽ പോകുന്ന വണ്ടി ഇത് തന്നെയാണ്? അല്ല, ഞാൻ സ്ഥിരമായിട്ട് ബസ്സിന് തന്നെ വരുന്നത്. വീക്കെൻഡിൽ മാത്രമാണ് ശരിക്കും ഉപയോഗിക്കാറുള്ളത്. ഷിപ്പ്യാർഡിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സ്ഥലമുണ്ടോ? അത്യാവശ്യത്തിന് ഉണ്ട്. പ്രശ്നമില്ല. എത്ര കാലം ഇപ്പോൾ ഇതെടുത്തിട്ട്? ഇതിപ്പോൾ എടുത്തിട്ട് 9 വർഷം കഴിയുന്നു. 9 വർഷം കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ 7 സീറ്റർ എടുത്തത്? കാരണം വീട്ടിൽ അതുപോലെ അംഗസംഖ്യ ഉണ്ടോ? 7 സീറ്റർ എടുത്തതിൻ്റെ കാര്യമുണ്ട്. വീട്ടിൽ അന്ന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, അനിയത്തിയുടെ ഫാമിലി ഉണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പക്ഷേ എല്ലാവരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നത് വളരെ കുറവാണ്, അങ്ങനെ എടുത്തതാണ്. ശരി. അപ്പോൾ അന്ന് ഈ പറഞ്ഞ മറ്റ് ചില വാഹനങ്ങളും ഉള്ള ഒരു കാലമാണ്. എന്നിട്ട് എർട്ടിക എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്തത്? അന്ന് ഞങ്ങൾ ഓൾറെഡി ഒരു മാരുതി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി എക്കണോമിക്കലായിട്ടുള്ളത് മാരുതി തന്നെയാണ്. പിന്നെ മാരുതിയുടെ ഡീസലാണ്. അത്ര നാൾ ഞങ്ങൾ പെട്രോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടൊരു ചേഞ്ച് വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അത് മോശമായി പോയില്ലെന്നാണ്. മോശമായി പോയിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു മൾട്ടിജെറ്റ് എഞ്ചിൻ ഡീസൽ ഗംഭീര മൈലേജും നല്ല പെർഫോമൻസും ഒക്കെ തരുന്നതാണല്ലോ. മൈലേജ് ഒക്കെ എന്ത് കിട്ടുന്നുണ്ടാവും? മൈലേജ് ഇതിനകത്ത് ഇപ്പോൾ 16 കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്ന് അതിൽ ഒരു 18 കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചെക്ക് ചെയ്ത് ഓടിക്കാറില്ല. പക്ഷെ എന്നാലും ഡീസൽ അടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്നോളും, പെട്ടെന്ന് തീർന്നു പോകുന്നില്ല. സിറ്റി പോലും നല്ല മൈലേജ് ഉണ്ട്. സിറ്റിയിലും കുഴപ്പമില്ല. റീഡിംഗ് ഇപ്പോഴും 16 തന്നെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 15.5 ആ റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്ര ഓടിക്കാണ് ഇപ്പോൾ ഇത്ര 9 വർഷം? ഒരു 95,000 ഓടി. 95. അപ്പോൾ ഇനി ഏകദേശം ഒരു ലക്ഷമൊക്കെ ആകുമ്പോൾ വിൽക്കാനുള്ള പരിപാടി ഉണ്ടോ? പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. പക്ഷേ പലപ്പോഴും പിന്നെ ഇത് തന്നെ മതി, കുറച്ചുകൂടെ എക്കണോമിക്കലാണല്ലോ. ഇപ്പോൾ വേറൊരു വണ്ടി എടുത്താലും നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മൈലേജ് കിട്ടില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പൊതുവെ ഇപ്പോൾ ഡീസൽ എഞ്ചിനുകളും ഇല്ലാത്ത കാലമാണ്. നിങ്ങൾക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും. ഇത്ര മൈലേജുള്ള വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നിട്ട് പെട്രോളിലേക്ക് പോകുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും മാറുകയാണെങ്കിൽ എന്താണെന്ന് വല്ലതും മനസ്സിൽ കണ്ടോ? ഇനിയിപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ ടൊയോട്ടയുടെ ഏതെങ്കിലും വണ്ടിയിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. മഹേന്ദ്രയും ഉണ്ട്, ഉടനെ ഉണ്ടാവില്ല എന്നാലും. പിന്നെ നമ്മളെപ്പോഴും ആലോചിക്കും, നമ്മളൊരു പുതിയ വണ്ടി എടുക്കുമ്പോൾ ഒരു 20 ലക്ഷം 25 ലക്ഷം കൊടുക്കുമ്പോൾ അതിൻ്റെ EMI, പിന്നെ അതിന് മെയിൻ്റനൻസ് ഒക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വീണ്ടും പഴയത് തന്നെ പോരെ എന്നൊരു. ഈ 9 വർഷത്തിൽ 95,000 കിലോമീറ്റർ ഓടിയപ്പോൾ ഇതിനെന്തെങ്കിലും മേജർ സർവീസ് വേണ്ടി വന്നോ?
ഇല്ല, മേജറൊന്നും ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം ക്ലച്ച് മാറിയിട്ടുണ്ട്, ഒരു 27,000 ക്ലച്ച് മാറിയിട്ടുണ്ട്. ബാക്കി അല്ലാതെ മേജറൊന്നും, ചെറിയ സസ്പെൻഷൻ്റെ 1-2 സാധനങ്ങൾ മാറി. 27,000 ക്ലച്ച് മാറി. അന്ന് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ ഒന്ന് ക്ലച്ച് മാറിയിട്ടുണ്ട്. വേറെ അതിനുശേഷം ഇതുവരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എന്ത് വരുന്നുണ്ടാവും സർവീസ് കോസ്റ്റ് സാധാരണ സർവീസിനൊക്കെ? ഒരു 6,000-7,000, ലെസ് ദാൻ 10,000 അതിനുള്ളിൽ തന്നെ നിൽക്കുമല്ല. എന്താണ് ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മൈലേജ് തന്നെയാണ്. പിന്നെ കംഫർട്ട് വലിയ കുഴപ്പമില്ല. പിന്നെ കംഫർട്ട് എന്ന് വെച്ചാൽ ഒരു 50% നമ്മൾ ഓടിക്കുന്ന റോഡിൻ്റെ പോലെ ഇരിക്കും. റോഡ് നല്ലതാണെങ്കിൽ കംഫർട്ടും വലിയ കുഴപ്പമുണ്ടാവില്ല. അതാണ്. പിന്നെ മൈലേജ്, പിന്നെ നമുക്കധികം കാശ് മുടക്കില്ലാണ്ട് നമുക്ക് പോവാം. ഇപ്പോൾ 7 വരെ കൊണ്ടുപോകാം. മെയിൻലി ഇതിപ്പോൾ ഓൾറെഡി 2 ഹൗസ് ഷിഫ്റ്റിങ്ങിന് ഈ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കട്ടിലും മേശയൊന്നും ഇല്ലാതെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കുറേ കൺവീനിയൻസ് ഉണ്ട്. സ്ഥലം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് 2 പേര് ഇരിക്കുകയാണെങ്കിൽ ബാക്കിൽ ഫുള്ള് നമുക്ക് സാധനങ്ങൾ വെക്കാനും ഉപയോഗിക്കാം. ഈ തേർഡ് റോ സീറ്റിൽ ഇരിക്കുന്നവരുടെ കംഫർട്ട് എങ്ങനെയുണ്ട്? നിലവിൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ലോങ് ഞങ്ങൾ വയനാടൊക്കെ പോയിട്ടുണ്ട്, ആ പ്രശ്നമൊന്നുമില്ല. വലിയ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഇടയ്ക്കൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് വലിയ റിലാക്സ് ഇല്ല. പിന്നെ ആൾക്കാർ മാറി ഇരിക്കും അങ്ങനെ. എന്നാലും പിന്നെ സെൻറ്ററോ നമുക്ക് അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടും കൂടെ കുറച്ച്, പിന്നെ ഡ്രൈവർ ആണെങ്കിലും കുറച്ച് കയറ്റിയിട്ടാൽ അങ്ങനെ എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റും. ഈ മാരുതിയുടെ വണ്ടികളിലെ ചില എന്താ പറയുക സേഫ്റ്റി ഇഷ്യൂസ് എന്നൊക്കെ പലരും ഇങ്ങനെ പരാതിയൊക്കെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? സേഫ്റ്റി എന്ന് വെച്ചാൽ ബോഡി ക്വാളിറ്റി അത്ര പോരാ. അത് പിന്നെ ലോ കോസ്റ്റ് ആകുമ്പോഴത്തേക്കും ബോഡി ക്വാളിറ്റി അങ്ങനെ ഉണ്ടാവുള്ളൂ. ചെറിയ തട്ട് കിട്ടിയാൽ തന്നെ, അല്ലെങ്കിൽ ചെറിയ ഞെക്കിയാൽ തന്നെ അത് വളയുന്നൊരു ഇതുണ്ട്. അത് മാത്രമല്ല, പിന്നെ ബ്രേക്കിങ് നമുക്കൊരു കോൺഫിഡൻസ് തരുന്നില്ലെന്നുള്ളതാണ് സത്യം. എന്നാലും പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിൽക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അതിന് കോൺഫിഡൻസ് ഇല്ല, അതേ ഉള്ളൂ. നമ്മൾ വണ്ടി അറിഞ്ഞ് ഓടിച്ചാൽ കുഴപ്പമില്ല, അറിഞ്ഞാൽ കുഴപ്പമില്ല. അതെ അതെ, എത്ര വർഷം കൊണ്ട് കൈക്കിണങ്ങുക എന്ന് പറയുമല്ലോ അല്ലേ? ശരി. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുകയാണോ? ഓടിച്ച് നോക്കിയിട്ടുണ്ടോ? ഇലക്ട്രിക് ഓൾറെഡി എൻ്റെ ബ്രദറിലൊക്കെ ഇലക്ട്രിക് ഉണ്ട്. ടാറ്റയുടെ ഒരു പഞ്ചിൻ്റെ ഉണ്ട്, EV ഉണ്ട്. ഞങ്ങൾ ഓടിച്ചിട്ടുണ്ട്. ഞാനത് അതുകൊണ്ട് തിരുവനന്തപുരം പോയി വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു തിരുവനന്തപുരം പോയി വരണമെങ്കിൽ അതിനൊരു 3 ചാർജിങ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിന്. അപ്പം ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും നമ്മളതിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്ന് ഇപ്പം BYD ഒക്കെ ഒരു 500 റേഞ്ച് പറയുന്ന റേഞ്ച് തന്നെ തരുന്ന വണ്ടികൾ, അങ്ങനത്തെ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് അറ്റ്ലീസ്റ്റ് വേണം തിരുവനന്തപുരം ഒറ്റ സ്റ്റേജിൽ പോയിട്ട് വരാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനും എപ്പോഴും വിചാരിക്കുന്നതാണ് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം, കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്, ഇതൊക്കെ പോയിട്ട് വരാൻ പറ്റുമെങ്കിൽ ഹാപ്പി ആയിട്ട് ഓടിച്ചു പോകാം. ശരിയാണ്. അപ്പം ഒരു ഇലക്ട്രിക്കിലേക്ക് ഉടനെ ഇനി മാറാനുള്ള സാധ്യതയില്ല. ഇലക്ട്രിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഉടനെ എന്തായാലും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഒരു പോളോ GT TSA കൂടി യൂസ് ചെയ്യുന്നുണ്ട് വീട്ടിൽ. അത് വൈഫാണ് യൂസ് ചെയ്യുന്നത്. അത് ഇതുപോലെ തന്നെ ഞങ്ങൾ ആക്ച്വലി പോളോ ഇറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സർവീസ് പാക്കേജ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെയിൻ്റനൻസ് നടത്തി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അങ്ങനെയാണ് അത് കൊടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എർട്ടിഗയിലേക്ക് വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്രാവശ്യം 2021 മോഡൽ എടുത്തത്, അപ്പോൾ GT TSA. അതിനുശേഷം അത് നിർത്തി. പക്ഷേ അത് ഞങ്ങൾ അന്നത്തെ വണ്ടി ഓടിച്ച് അതേ ആ ഒരു വിശ്വാസവും ആ ഒരു കോൺഫിഡൻസും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈവൻ ടെസ്റ്റ് ഡ്രൈവ് പോലും ചെയ്യാണ്ടാണ് വണ്ടി എടുത്തത്. അത് വൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വൈഫിന് ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ, വണ്ടി ഇല്ലാണ്ട് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി. അത് നല്ല വണ്ടിയാണ്, നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഇന്നടത്ത് നിൽക്കണമെന്ന് വിചാരിച്ചാൽ ഇന്നടത്ത് നിർത്താൻ പറ്റുന്ന വണ്ടിയാണ്. യൂറോപ്യൻ വണ്ടികളുടെ ഒരു ഗുണം അങ്ങനെയുണ്ട്. അതിന് സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? ഇപ്പം സർവീസ് പാക്കേജും എക്സ്റ്റൻഡ് വാറണ്ടി എല്ലാം എടുത്തിട്ടാണ് വണ്ടി എടുത്തത്. അല്ലെങ്കിൽ ആ വണ്ടി എടുക്കൂല. അപ്പോൾ അതെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കംഫർട്ടാണ്, പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും സാധനം മാറുക അങ്ങനെയൊക്കെ ചെയ്യാം. വേറെ എൻ്റെ വന്നിട്ട് മാറിയാൽ മാത്രം നമ്മൾ കാശ് കൊടുത്താൽ മതി. അല്ലാതെ നമുക്കിപ്പം നിലവിൽ പ്രശ്നമില്ല. ഒരു മാരുതി കൊണ്ടു നടക്കുന്നാലും ഇപ്പം കൊണ്ടു നടക്കാം, സർവീസ് പാക്കേജ് തീരുന്ന സമയം. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞ സ്കോഡയാലും ഫോസ്വാൻ ആയാലും സർവീസ് പാക്കേജ് മസ്റ്റായിട്ട് എടുക്കാം. അന്ന് പക്ഷേ അന്നൊരു 25,000 രൂപ 20,000 കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും പക്ഷേ പിന്നീട് നമുക്ക് 5 വർഷം 4 വർഷത്തേക്ക് നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് ഇപ്പം GT TSA ഒക്കെ ഓടിച്ച് ശീലിച്ച് അതിൻ്റെ ആ ഗിയർ ബോക്സും ഒക്കെ ഒരു ശീലമായി കഴിഞ്ഞാൽ പിന്നെ വൈഫൊന്നും ഇത് തൊടാൻ പോലും സാധ്യതയില്ല, അല്ല ഈ ഭാഗത്തേക്ക് പോലും വരില്ല, വിട്ടു തരികയുമില്ല. അല്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ആ വണ്ടി കൊണ്ടുവരാൻ പറ്റാഞ്ഞത് കൊണ്ടുകൊള്ളാൻ. ഓക്കെ, എന്തായാലും ഇത് ഒട്ടും മോശം വാഹനമല്ല. തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ഒരു MPV ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഫിയറ്റ് നിർമ്മിച്ച് നൽകിയ മൾട്ടിജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇന്ത്യയുടെ ദേശീയ എഞ്ചിനായിരുന്നു. പിന്നെ അത് എമിഷൻ നോംസ് ഒക്കെ വന്നപ്പോഴത്തേക്കാണ് അത് പോയത്. ഒട്ടും മോശമല്ല. അപ്പോൾ എന്തായാലും 9 വർഷമായിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഓടിക്കുന്ന ആളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ അടുത്ത വാഹനോട് വീണ്ടും കാണാം. തീർച്ചയായും. താങ്ക് യു. ബൈ. അപ്പോൾ ഇനി പ്രത്യേകിച്ച് മുഖവരൊന്നും ആവശ്യമില്ലാത്തൊരു വാഹനത്തിൻ്റെ ഓണറിനാണ് പരിചയപ്പെടുന്നത്. ടൊയോട്ട ഇന്നോവയുടെ ഏറ്റവും പുതിയ മോഡലല്ല, അതിൻ്റെ തൊട്ട് മുന്നിലെ മോഡലാണ്. നമസ്കാരം. പേര് വർഗീസ് സ്റ്റീഫൻ. എന്ത് ചെയ്യുന്ന അറിയാം? ഞാൻ ഇവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ശരി, സ്റ്റേഷൻ മാസ്റ്ററാ? അതെ. അത് ശരി. എപ്പോഴും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇത്രയും ട്രെയിനുകൾ കൂട്ടിമുട്ടാതെ ഈ സിഗ്നലിംഗ് കൊടുക്കുന്നത്? എനിക്കൊരു വലിയ അത്ഭുതം എപ്പോഴും തോന്നാറുണ്ട്. അത് ആക്ച്വലി അതിൻ്റെ ഒരു ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഉണ്ട്.
അതായത് വർഷങ്ങൾ മുമ്പായിരുന്നെങ്കിൽ അത് എല്ലാം ഓടിക്കൊണ്ടിരുന്നത് മാനുവലായിട്ടാണ്. ഇപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു സിഗ്നൽ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല. ആണല്ലേ? അത് ഇൻ്റർലോക്കിംഗ് ആണ്. അതായത് ഒരു എന്താ പറയുന്ന ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടണമെങ്കിൽ അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ അനുവദിച്ചാൽ മാത്രമാണ് പുറകിലുള്ള സ്റ്റേഷനിൽ ഒരു പച്ച ലൈറ്റ് തെളിയത്തുള്ളൂ. അത്രയും ഇൻ്റർലോക്ക്ഡ് ആണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ലെവൽ ക്രോസുകളൊക്കെ സ്റ്റേഷൻ മാസ്റ്റർ തന്നെ പറഞ്ഞ് അടപ്പിക്കണം. അങ്ങനെയുണ്ട്. എങ്കിൽ പോലും ഇനി ഇൻ കേസ് അയാൾ വിട്ടുപോയാൽ പോലും ഇപ്പോൾ സിഗ്നലിൽ വണ്ടി നിൽക്കും. ഗേറ്റിന് തൊട്ട് മുമ്പായിട്ടൊരു സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ അതിൽ സ്റ്റോപ്പ് ആയിക്കോളും. റെഡ് കണ്ടു കഴിഞ്ഞാൽ ലോക്കോ പൈലറ്റ് നിർത്തും, സ്റ്റോപ്പ് ആവും. അപ്പോൾ ഞാൻ ഈ വായിച്ചും കേട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പല കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഫോളോ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാറിയോ? എല്ലാം മാറി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 95% മാറിയിട്ടുണ്ട്. പണ്ട് ഇപ്പോൾ ഒരു വണ്ടി അടുത്ത സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ലോക്കോ പൈലറ്റ് നോക്കേണ്ടത് ആ സിഗ്നൽ പച്ച ലൈറ്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ വൈചേട്ടൻ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് അതൊരു നമ്മുടെ ഈ ലോൺ ടെന്നീസിൻ്റെ റാക്കറ്റ് പോലെ ആ റാക്കറ്റിൻ്റെ ഉള്ളിലൊരു ബോൾ ടോക്കൺ എന്ന് പറയും. ഇതാണ് അപ്പുറത്തെ സ്റ്റേഷനിലേക്ക് കൈമാറാനുള്ള അയാളുടെ അതോറിറ്റി. ഈ സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് വണ്ടി അയാളുടെ ട്രെയിനും കൊണ്ട് പോകാനുള്ള അയാളുടെ അതോറിറ്റി ഈ ബാറ്റൺ കൈമാറുകയായിരുന്നു. അതിങ്ങനെ കൈമാറി പോകും. അതിന് അന്നത്തേതായ ആ കാലഘട്ടത്തിൻ്റെതായ കുറേ സംവിധാനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സിഗ്നലിംഗ് സിസ്റ്റത്തിൽ തന്നെയാണ്. ഇപ്പോൾ ചെന്നൈയിലൊക്കെ ആണെങ്കിലും ഇപ്പം എല്ലാം ഇവിടെ വീണ്ടും നമ്മൾ മാനുവലൊക്കെയാണ് കുറച്ചുകൂടെ ഉള്ളത്. പക്ഷേ ചെന്നൈയിലൊക്കെ ഇപ്പോഴേ ഓട്ടോമാറ്റിക് സിഗ്നലുകളിലാണ് ചെന്നൈ സബർബൻ ഉൾപ്പെടെയുള്ള വണ്ടികളൊക്കെ ഓടുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഓട്ടോമാറ്റിക്കായ കാലഘട്ടത്ത് മാനുവലായിട്ടുള്ള ഒരു ഇന്നോവയാണല്ലോ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. എന്താണത്? ഒന്ന് മാനുവൽ വണ്ടികളോടുള്ളൊരു പ്രിയമുണ്ട്. ഗിയർ മാറി ഓടിക്കുന്നതിൻ്റെ ഇപ്പോൾ ടൗണിൽ ശരിക്കും സഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മറ്റൊരു കാര്യം. പക്ഷേ നമ്മളുടെ ഓരോ പേഴ്സണൽ ഇഷ്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മാനുവൽ വണ്ടികളോട് പണ്ട് തൊട്ടുള്ള ഇഷ്ടമുണ്ട്. പിന്നെ ഈ അടുത്ത് സുഹൃത്തുക്കളുടെയൊക്കെ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ടൗണിൽ അത് വളരെ ഉപകാരപ്രദമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. അത് ഓടിച്ച പല ആളുകളും ഇപ്പോൾ CMTയും AMT ഒക്കെ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര കാലം എടുത്തിട്ട്? ഇത് സത്യത്തിൽ ഞാനിത് ഡൽഹിയിൽ നിന്ന് പോയി എടുത്ത വണ്ടിയാണ്. ഞാൻ തന്നെ ഓടിച്ചുകൊണ്ട് വന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അത് 2015 2015 അന്ന് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞ് അന്ന് എടുത്തു നോക്കാം എന്നുള്ള രീതിയിൽ അവിടെ. പിന്നെ എൻ്റെ ഒരു ഫാമിലിയുടെ ആവശ്യമായിരുന്നു. ഞങ്ങളൊരു വലിയ ഫാമിലിയാണ്. എന്നെപ്പോലെ തന്നെ എല്ലാവരും അത്യാവശ്യം സൈസുള്ള. പക്ഷേ ഇപ്പം ഇഷ്ടംപോലെ ആൾക്കാർ ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുത്തോണ്ട്. പക്ഷെ അന്ന് അങ്ങനെ ഒരു ട്രെൻഡുള്ള സമയമല്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ഇങ്ങനെ അന്വേഷിച്ച് ഒരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ വണ്ടി എടുത്ത് വെച്ചു. ഞാനവിടെ പോയി എടുത്തുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. NOC ഒക്കെ പുള്ളിക്കാരൻ തന്നെ റെഡിയാക്കി. അന്ന് കരോൾ ബാഗ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ കരോൾ ബാഗ് ഇപ്പോഴും അവിടെ നിന്നാണല്ലോ കൂടുതൽ ആൾക്കാർ എടുക്കുന്ന. അവിടെ നിന്ന് അവിടെ ചെന്നപ്പോൾ ആ സുഹൃത്ത് എടുത്ത് വെച്ചിരുന്നതുകൊണ്ട് പിന്നെയും മറ്റൊന്നും കൊണ്ടല്ല, ഈ വണ്ടിയുടെ എൻജിൻ വേറെ ഒന്നും അല്ലെങ്കിലും എൻ്റെ എൻജിൻ കിടന്ന് ഓടിക്കോളും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് പോയി കാണാതെ പോലും അദ്ദേഹത്തോട് എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് മീറ്റർ റീഡിങ് ആക്ച്വലി 80,000 83,000 കാണിച്ചിരുന്നു. പക്ഷേ അത് മറിച്ചിട്ടുണ്ടായിരുന്നുള്ളത് ഷുവറായിരുന്നു. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരു എഞ്ചിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഏകദേശം ഒരു പിടുത്തം കിട്ടും. മറിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 1-1.25 അടുത്ത് ഓടിക്കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അത് ഓടിക്കൊണ്ടിരിക്കും. എങ്ങനെയായാലും 2 ലക്ഷം കിലോമീറ്റർ ഓടി കഴിഞ്ഞു അദ്ദേഹം. 2.5 അല്ലെന്നാ എനിക്ക് തോന്നുന്നു. അത് കൂടുതൽ ഓടിയിട്ടുണ്ടാവും. കേരള രജിസ്ട്രേഷൻ ആക്കി. അതിന് എത്ര രൂപ മുടക്കി കാണുമെന്ന്? അന്ന് 35,000 രൂപ എടുത്ത് ടാക്സ് അടച്ചു. കാരണം അതിൻ്റെ ഒരു റൂൾ അങ്ങനെയായിരുന്നു. കാരണം അതായത് ഇവിടെ കേരളത്തിൽ വന്ന് എത്ര മാത്രം വർഷം ബാക്കിയുണ്ടോ അതിന് 15 ഇയർ ആകാനുള്ളത് അത് നമ്മൾ അടയ്ക്കണം. അതായിരുന്നു അതിൻ്റെ ഒരു മാനദണ്ഡം. അതായിരുന്നു. ഇപ്പോഴും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണോ ഡൽഹിയിലൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്നത്? ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആളുകൾ ഉപയോഗിക്കുന്നത് ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം ആളുകളാരും ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിലേക്ക് അധികം കയറ്റാറില്ല. എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ്, ഭയങ്കര തിരക്കുള്ള. അപ്പോൾ എപ്പോഴും അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴും റോഡ് സൈഡിൽ ഒത്തിരി വർഷമൊക്കെ വരുന്നു. റോഡ് സൈഡിൽ ഒരു ഫുട്പാത്തിൽ ഈ പറയുന്ന പോലെ വണ്ടിയുടെ ഓയിലും ഇതുമായിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് കയറും, ജസ്റ്റ് മാറ്റുന്നു, ഓയിലും ഡീസൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ മാറ്റുന്നു, അവർ ഓടിക്കുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങൾ മിക്ക വണ്ടിക്കും ഉണ്ടാവും. സാധ്യത ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചിട്ടാണ് ഞാൻ ഓടിച്ച് തുടങ്ങി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കുറച്ച് പൈസ മുടക്കേണ്ടി വന്നു. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റീപെയിൻറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ 1 വർഷം ആകുമ്പോൾ. ഏത് മോഡലാണ് ഇതിപ്പോൾ? ഇതിപ്പോൾ 2007 മോഡലാണ്.
ഇതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇരുന്ന് സുഖം പിടിച്ചു പോയതിൻ്റെ എങ്കിൽ പോലും ഇത്രയും വലിയൊരു വണ്ടി ടൗണിലൊക്കെ മാനുവൽ ഗിയറിട്ട് ഓടിച്ചു നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളില്ലേ? പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗമൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് അല്ലേ? ഉണ്ട്. എന്നാലും ഈ പറയുന്ന ഇഷ്ടം അതിന് മുകളിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് ഈ വണ്ടി ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. ഇപ്പോൾ എൻ്റെ വൈഫ് ടീച്ചറാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് 2019 ടീച്ചറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ അടുപ്പിച്ച് ട്രാൻസ്ഫറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അട്ടപ്പാടി, പിന്നെ ഇടുക്കിയുടെ ഒരു ബോർഡർ, പിന്നെ മറ്റൊരു ബോർഡർ, അങ്ങനെ മിക്കവാറും ഹൗസ് ഷിഫ്റ്റിംഗ് ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ ബാക്കിലൊരു കുപ്പ പോലെ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ അകത്ത് കയറ്റുകയും നമുക്കങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതുമാത്രമല്ല ഒരുപാട് ഓടി. ഇപ്പോൾ കാലിക്കറ്റ്, പിന്നെ പുള്ളിക്കാരത്തി കാലിക്കറ്റിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ എനിക്ക് 3 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ അവിടുന്ന് രാത്രിയെ പുറപ്പെടും, പകൽ ഡ്രൈവ് ചെയ്യാറില്ല, രാത്രിയായിരിക്കും. കാരണം അങ്ങോട്ടുള്ള തിരക്കും പൊടിയും ഇതൊക്കെ കാരണം ലഗേജ് എല്ലാം ബാക്കിലത്തെ സീറ്റിൻ്റെ ഗ്യാപ്പിൽ അടുക്കി ഒരു ബെഡ് പോലെ ഒതുക്കി എല്ലാവരും അവിടെ അങ്ങ് ഉറക്കിയിട്ട് ഞാനങ്ങ് ഡ്രൈവ് ചെയ്യും. അങ്ങനെ ഒരുപാട് ഉപകാരപ്പെട്ടു. ലൈറ്റിംഗ് ഒക്കെ എങ്ങനെയാണ്? പക്കയാണോ രാത്രിയിലൊക്കെ? രാത്രിയിൽ ഇടയ്ക്കൊരു നമ്മൾ എത്ര ലൈറ്റ് മാറിക്കഴിഞ്ഞാൽ ശരി ഒരു 2 വർഷം കഴിയുമ്പോൾ ഫെയ്ഡാകുന്ന പ്രശ്നമുണ്ട്. ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്, ഫെയ്ഡാകുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ബഫ് ചെയ്യും അല്ലെങ്കിൽ ലൈറ്റ് മാറും. പിന്നെ സാധനങ്ങളും അങ്ങനെ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അത്യാവശ്യം വലിയധികം നമുക്ക് കാശ് മുടക്കില്ലാണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്നോവ ഇവിടെ ഇന്ത്യ മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈ ഒരുപാട് ഈ ടൂറിസം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളിൽ ടാക്സി ആയിട്ട് ഓടുന്നതുകൊണ്ട് ചീപ്പായിട്ട് കിട്ടും. നമുക്ക് പല എവിടുന്ന് വേണമെങ്കിലും ഇതിൻ്റെ സാധനങ്ങൾ കിട്ടും. അപ്പോൾ മാറാൻ എളുപ്പമുണ്ട്, സ്പെയറുകൾ കിട്ടാനുള്ള എളുപ്പമുണ്ട്. ആ ഒരു കാരണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയധികം കോസ്റ്റ് ഇല്ലാണ്ട് കൊണ്ടു നടക്കാം. അപ്പോൾ മാറുന്നതും അത്ര ഒരു നമ്മളുടെ പോക്കറ്റ് അധികം കാര്യമാക്കുന്ന ഒരു ഏർപ്പാടല്ല. പിന്നെ സർവീസും വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാതാണ് നോക്കുന്നത്. ഇല്ല, വലിയ കുഴപ്പം. പിന്നെ ഇനിയിപ്പോൾ വിറ്റാലും അന്ന് വാങ്ങിച്ചൊക്കെ പൈസ കിട്ടും ഇല്ലേ? ഏകദേശം അതെങ്കിലും കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ അടുത്ത കാലത്ത് വന്ന ഇപ്പം വന്ദേ ഭാരത് ഒക്കെ വന്ന പോലെ പല മാറ്റങ്ങൾ ഓട്ടോമൊബൈലിലും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. EV-കളൊക്കെ വരുന്നു. ഓടിച്ചു നോക്കിയിട്ടുണ്ടോ? EV ഇതുവരെ ഓടിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. താല്പര്യമുള്ള വിഷയം തന്നെയാണ്. EV-യും എന്തായാലും ഫ്യൂച്ചർ ജനറേഷൻ അത് തന്നെയാണെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. ട്രെയിനുകളുടെ കാര്യത്തിലും ഇലക്ട്രിക് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അത് തന്നെയല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ? അതിലേക്ക് വരും. പക്ഷേ മറ്റ് ചില കാര്യങ്ങളിൽ നമുക്ക് ട്രെയിനുകളിൽ ഡീസലിനെ ആശ്രയിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് ഈ ഷണ്ടിങ് എന്ന് പറയുന്നല്ലോ, ഇപ്പോൾ ഒരു സൗത്തിനെ സംബന്ധിച്ച് എറണാകുളം സൗത്തിലൊക്കെ ആണെങ്കിൽ വണ്ടികൾ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു ലോങ് ട്രെയിൻ ഒരു ഇതിലേക്ക് ഇപ്പോൾ ഡൽഹി വരെയൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ അതിനൊരു മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകാൻ പിറ്റ് ലൈനുകളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ വാഷിംഗ്, ക്ലീനിങ്, ബാക്കിയുള്ള സർവീസിങ് 3000 അതിനോരോ ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റ് കൊടുക്കും ട്രെയിനിന്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഇലക്ട്രിഫൈഡ് ആയിരിക്കില്ല. കാരണം അത് സർവീസ് സെൻറ്റർ സർവീസ് ചെയ്യണം. വാഷിങ്ങിനെ കൊണ്ടുപോകുമ്പോൾ ഫുള്ളി ഇലക്ട്രിഫൈഡ് ആയിരിക്കില്ല. ഇങ്ങനത്തെയുള്ള കോച്ചിങ് ഡിപ്പോകൾ എന്നാണ് അതിനെ പറയുന്നത്. അതൊന്നും ഇലക്ട്രിഫൈഡ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ വണ്ടി പുഷ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ പറ്റിയേ പറ്റുള്ളൂ. ഓൾമോസ്റ്റ് ഇപ്പോൾ ഓടുന്ന ഇവിടെയുള്ള എല്ലാ 95% ഇലക്ട്രിക്കൽ മാത്രമാണ് ഓടുന്നത്. അതാണ് റെയിൽവേക്ക് ലാഭകരം. അതുകൊണ്ട് അതിലാണ് ഓടുന്നത്. എന്നാൽ പോലും ഇതേപോലുള്ള കാര്യങ്ങൾ, പിന്നെ ചില സമയത്ത് ഇതേപോലെ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ, ഇപ്പോൾ 1 മാസം മുമ്പാണെങ്കിൽ ഇപ്പോൾ നോർത്തിൻ്റെ അടുത്ത് ഒരു മരം മറിഞ്ഞ് വീണ് ഇത് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഡീസൽ ബ്രിഡ്ജിങ് വേണ്ടി വരും. ഡീസൽ ബ്രിഡ്ജിങ് വെച്ചാൽ ഡീസൽ കൊണ്ടുചെന്ന് പിന്നെ വലിച്ചപ്പുറത്ത് കടത്തുക എന്നുള്ള പെട്ടെന്ന് നമ്മൾ ട്രാഫിക് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള പെട്ടെന്നുള്ള ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. എപ്പോഴും ഒരു ഡീസൽ എഞ്ചിൻ നമ്മുടെ കയ്യിലുണ്ടാവും. ഉണ്ട്. ഡീസൽ എഞ്ചിൻ ഇപ്പോഴും ഉണ്ട്. ഗുഡ്സ് ഇപ്പോഴും കുറേയൊക്കെ അതിൻ്റെ ഡീസലിൽ ഓടുന്നതുകൊണ്ട് ചില ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ അടുത്താണ് ഇപ്പോൾ നമ്മുടെ കൊല്ലം ചെങ്കോട്ടയൊക്കെ ഇലക്ട്രിഫൈഡ് ആക്കുന്നതൊക്കെ ഈ അടുത്താണ്. കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട് റെയിൽവേയിൽ അങ്ങനെ ബാക്കിയായിട്ടുള്ളത്. പിന്നെ ഷണ്ടിങ്ങിന് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ദീർഘകാലം 2.5 ലക്ഷം കിലോമീറ്റർ ഇതൊന്നും അനങ്ങുക പോലും ഇല്ല. ഇതിപ്പോൾ 7 ലക്ഷം 8 ലക്ഷം ഓടിയാൽ പോലും എന്തിനൊന്നും അനങ്ങൂല. അതുകൊണ്ട് ഇനിയും കുറേ കാലം വർഗീസിൻ്റെ കയ്യിൽ ഈ വണ്ടി തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? മാറാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ ആ കംഫർട്ട്, ഞാനാണെങ്കിലും വല്ലപ്പോഴും മിക്കപ്പോഴും ഡ്രൈവിംഗ് സീറ്റിലാണ്. എന്നാലും പുറകിൽ സീറ്റിലേക്ക് മാറുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കംഫർട്ട് ഉണ്ട്. ശരിയാ, സെൻട്രൽ സീറ്റിൽ ഇത്രയും കംഫർട്ടുള്ള ഒരു വണ്ടി വേറെ ഇല്ല എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ കാണാം. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലൈസൻസ് എടുത്തിട്ട് 50 വർഷമായ ആളെയാണ്. 50 വർഷം എന്ന് വെച്ചാൽ കേരളത്തിലെ ഈ പറഞ്ഞ ഗതാഗത സൗകര്യങ്ങളുടെ തുടക്കകാലം തൊട്ട് ഇപ്പോഴും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. നമസ്കാരം സാർ. നമസ്കാരം. പേര്? ആന്റണി. ആന്റണി. എന്ത് ചെയ്യുന്നു സാർ? ഞാൻ ബിസിനസ്സാണ്. ഇപ്പോൾ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 4 കൊല്ലമായിട്ട് റെസ്റ്റോറൻ്റ് ഒക്കെ നിർത്തി. ഇപ്പോൾ പെൻഡാമാനയിൽ ഷോപ്സ് ഉണ്ട്. പെൻഡാമാനക ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ്. 10-25 കൊല്ലമായിട്ട് പെൻഡാമാനക ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ്.
ബിസിനസ് വേറെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബിസിനസ്സൊന്നും ഇല്ല, ഇപ്പോൾ ഓഫീസ് മാത്രമൊക്കെ ഉള്ളൂ. ശരി. കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. പെൻഡാമേനക എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സിൻ്റെ ഒരു സൂപ്പർ ബസാർ എന്ന് പറയാവുന്ന ഒരു സംഭവമാണ്. പഴയ മേനക തിയേറ്ററാണ് പിന്നീട് പെൻഡാമേനക എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് മാറിയത്. എന്നാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സ്ഥലമാണ് ഇലക്ട്രോണിക് സാധനങ്ങളുടെ കാര്യത്തിലെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് കാര്യമായ രീതിയിൽ എന്താ ജീപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓഫ് റോഡ് ആക്ടിവിറ്റീസിനും എല്ലാത്തിനും പോകുന്നൊരു വണ്ടിയാണെന്ന് തോന്നുന്നു. ആരാ സാറാണോ പോകുന്നത്? ഞാനും ഞങ്ങൾ രണ്ടുപേരും പോകും. ആണല്ലേ? ഇല്ലില്ല, വരാം അങ്ങോട്ട് വരാം. ഞാൻ മൈക്ക് അങ്ങോട്ട് മാറ്റിത്തരാം, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ ആൻറ്റിക്ക് കൊടുക്കുന്നില്ല വണ്ടി എന്നാണ് ഞാൻ കേട്ടത്. അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ്, എത്രത്തോളം ദൂരങ്ങളൊക്കെ പോയിട്ടുണ്ട്? ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ 50 കൊല്ലം വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ ഒരു 20 വണ്ടിയെങ്കിലും സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിപ്പോൾ വാങ്ങിയിട്ട് ഒരു 2020 വാങ്ങിയതാണ്. 2020 വാങ്ങുമ്പോൾ ഈ വലിയ വണ്ടി ആയതുകൊണ്ട് നമ്മൾ ചെറിയ ഇതിനൊക്കെ പോകില്ല, ബാക്കി വേറെ വണ്ടിക്ക് പോകും. പിന്നെ ബെൻസുള്ള പോലത്തെ വണ്ടി അതുപോലത്തെ ആഡംബരമായിട്ട് പോകും. അപ്പോൾ ഈ റഫ് ആൻഡ് ടഫായിട്ട് ഓടിക്കണമെങ്കിൽ ഈ ജീപ്പിലാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഓഫ് റോഡ് പോകാനായിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റിയും രണ്ടാമത് ഇതിൻ്റെ സ്ട്രോങ്നെസ്, അതാണ് നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ആണ്. ഈ സ്ട്രോങ് വണ്ടിയിൽ പോകും. ബാക്കി ചെറിയ വണ്ടിക്ക് ഇവിടെ നിന്ന് ഓടിച്ച് നടക്കണ പതുക്കെ ഓടിച്ച് നടക്കണ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജീപ്പിനെ ഞങ്ങൾ സാധാരണഗതിയിൽ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ മാറ്റും. പക്ഷേ ജീപ്പ് ഞങ്ങൾക്കൊരു ജീവിതത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ജീപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ ഫാമിലി മോൾ ഓടിക്കും, വൈഫ് ഓടിക്കും. വൈഫ് ഇപ്പം ഈ ജീപ്പ് വലുതായിട്ട് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം മരുമോൻ ഓടിക്കും. എല്ലാവരും വണ്ടി ഓടിക്കും. വീട്ടിൽ 3-4 വണ്ടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എവിടേക്ക് ഓഫ് റോഡ് പോകുന്നത്? ഞങ്ങൾ അധികം പോണത് ഇപ്പോൾ കുട്ടിക്കാനം പോയിട്ട് വന്നു. പിന്നെ അധികം മുമ്പ് ഞാൻ മറ്റേ ഇവിടെ പോയി, മൂന്നാർ, കട്ടപ്പന, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അതൊക്കെ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് ജീപ്പ് ട്രയൽസിന്റെ വലിയൊരു ഇത് കണ്ടു, ബാഡ്ജിങ് ആണ്. നിങ്ങൾ അതിന്റെ ഭാഗമാണോ? ആ ഒരു ഗാങ്ങിന്റെ ഭാഗമാണോ? ഇത് ഗാങ് അല്ല. ഞാൻ പോണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോറൂംസ്, അതായത് നമ്മുടെ ഇപ്പൊ പിനാക്കിൾ ഷോറൂം ഇപ്പൊ ഉള്ള, ഞാനിപ്പോ കണ്ടമാനം വണ്ടി എടുത്തുകൊണ്ടിട്ട് എനിക്ക് എല്ലാ ഷോറൂമായിട്ടും നല്ല ബന്ധമുണ്ട്. പക്ഷെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് പിനാക്കിളാണ്. പിനാക്കിളിന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഈ ജീപ്പ് ഫാമിലിയാണെന്നും പറഞ്ഞ് അവർ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഓഫ് റോഡ് ഇങ്ങനത്തെ പിനാക്കിൾ അല്ലാണ്ട് വേറെ ആരും നടത്തുന്നില്ല. മറ്റേതൊക്കെ പ്രൈവറ്റായിട്ട് ഇപ്പം ഞാൻ കുറേ പേരുണ്ടെങ്കിൽ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒന്നിച്ച് പോകണ. ഇത് അതല്ല, അവരാണ് അറേഞ്ച് ചെയ്യണം. അവർ അറേഞ്ച് ചെയ്യുമ്പോൾ അവർ 10-25 ജീപ്പ് ഉണ്ടാവും, അവരുടെ എല്ലാ അസിസ്റ്റൻസും ഉണ്ടാവും. നമുക്കൊന്നും പേടിക്കണ്ട. അപ്പോൾ ഈ ഇപ്പം ഞങ്ങൾ പോയ കുട്ടിക്കാനത്തിന് പോയപ്പോഴത്തേക്കും ഭയങ്കര മഴയായിരുന്നു, സ്ലിപ്പറിയും ഭയങ്കരമായിട്ടൊക്കെ. അതിൻ്റെ ഇപ്പോൾ ആ ഫാമിലി എല്ലാവരും ഇതിന് പോണവരെ ഒറ്റ ജീപ്പ് ഫാമിലി ആയിട്ട് വന്നേക്കുക. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങാടും ഇങ്ങോട്ടും എൻ്റെ ജീപ്പിൻ്റെ, അപ്പോഴാണ് ജീപ്പിൻ്റെ ഗുണം മനസ്സിലായത്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാവുന്നത് ഈ പിനാക്കലിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ജീപ്പിനെ കൂടി കൂടുതൽ താല്പര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് വണ്ടി എടുത്താലും ആദ്യത്തെ 1-2 കൊല്ലം മാത്രം ഈ ഷോറൂമുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ അത് ഇതെന്നൊക്കെ പറയും. ഇപ്പൊ ഈ 5 കൊല്ലം എല്ലാ വണ്ടി കിടക്കാം. ഇപ്പൊ 5 കൊല്ലമായിട്ട് ഞാൻ സർവീസിന് പോകുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ എന്നെ മാത്രമാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും അവരെ VIP ട്രീറ്റ്മെന്റാണ്. എല്ലാ കാര്യത്തിലും നന്നായിട്ട് അവർ സർവീസും നന്നായിട്ട് ചെയ്തു. ഇപ്പൊ നമ്മളിപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അസിസ്റ്റ് ചെയ്യും നമ്മളെ. മറ്റവർ പറയും ഞങ്ങൾ മറ്റേ വണ്ടി ഇറക്കുക. അത് എന്നോട് മാത്രം കാണിക്കണം അല്ലാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എടുത്തു പറഞ്ഞത്. ഇതിപ്പോൾ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്തായിരിക്കും? ഈ വണ്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തേത് ഓട്ടോമാറ്റിക് ആണ്. രണ്ടാമത് നല്ല ഇതാണ്, എന്താ പറയുക, പിന്നെ കാല് കൊടുത്തു കഴിഞ്ഞാൽ പവർ കൺസപ്ഷൻ. പിന്നെ ഡിഫോൾട്ട് പറയാനുണ്ടെങ്കിൽ മൈലേജ്, ഇപ്പൊ ഇത് പെട്രോൾ വണ്ടിയാണ്. നമ്മളിപ്പോ വണ്ടി ഓടിക്കുമ്പോൾ മൈലേജ് അങ്ങനെ നോക്കാമല്ലോ. സിറ്റിയിൽ ഓടിച്ചാൽ കിട്ടില്ല, പുറത്തൊക്കെ ഓടിച്ചാൽ 12 ഒക്കെ കിട്ടും. അതും നോക്കി നന്നായിട്ട് ഓടിച്ചാൽ കിട്ടും. പക്ഷെ ഇതിന്റെ സ്ട്രോങ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, ജീപ്പിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഈ പണ്ട് മുതലേ ജീപ്പിനോട് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ കാണുന്ന ജീപ്പ് വണ്ടിയാണ്. അന്ന് വില്ലിസ് ജീപ്പാണ്. ആ വില്ലിസ് ജീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീപ്പ് എന്ന് പറഞ്ഞാൽ വില്ലിസ് ജീപ്പായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ് മഹീന്ദ്രയുടെ ജീപ്പ് വന്നു. പക്ഷെ ഒറിജിനൽ ജീപ്പ്, ഒരു ഫാമിലിയിൽ നിന്ന് ഒറിജിനൽ ജീപ്പ് വരുമ്പോൾ ഈ ജീപ്പാണ് വന്നേക്കുന്നത്. അപ്പോഴാണ് അത് എടുക്കാന്നുള്ള ഒരു ആഗ്രഹം തോന്നി എടുത്തതാണ്. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് കോസ്റ്റ് അവര് അത്ര വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം സർവീസ് ചെയ്യണമെങ്കിൽ എനിക്കൊരു, ഇപ്പോൾ ഇതുവരെ സർവീസ് ചെയ്ത് ഫ്രീ സർവീസ് ആണെങ്കിലും 5 കൊല്ലത്തേക്ക് എക്സ്റ്റൻഡ് വാറണ്ടി 5 കൊല്ലം വരെ ഉണ്ട്. പക്ഷെ വലിയ ഇതൊന്നും വന്നിട്ടില്ല. ഒരു 13,000, 15,000, 20,000 രൂപ. പിന്നെ ഞാൻ എപ്പോഴും പോകുമ്പോൾ അത് ഇതൊക്കെ വേറെ എക്സ്ട്രാ ചെയ്യിക്കും, പോളിഷൊക്കെ ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അത്ര വലിയ കോസ്റ്റ് ഒന്നും വരാൻ. അപ്പോൾ ഇനി ഞാൻ ഇങ്ങോട്ടൊന്ന് വാങ്ങി കൊടുക്കട്ടെ? താങ്ക് യു. ചില പരാതികൾ ആദ്യം ഞാൻ കേട്ടു, അത് ചോദിക്കാം.
അപ്പം 30 വർഷമായി ലൈസൻസ് എടുത്തെന്ന് എന്നോട് പറഞ്ഞല്ലോ. 30 വർഷത്തിനിടെ ഇഷ്ടംപോലെ വണ്ടികൾ ഓടിച്ചു. പക്ഷെ ജീപ്പ് തരാത്തതാണോ ഓടിക്കാത്തതാണോ? എന്തോ ജീപ്പിനോട് ഇങ്ങോട്ട് എൻ്റെ ഹസ്ബൻഡിന് ലയൺ IT അതിൻ്റെ ഇടയ്ക്ക് വല്ലാത്തൊരു ക്രേസാ. അപ്പൊ അങ്ങോട്ടൊരു പേടി, ഞാൻ ഓടിച്ചെടുക്കുന്ന കയറ്റുമെന്ന്. അതിന്റെ ഒരു ടെൻഷൻ കൊണ്ടാന്ന് തോന്നുന്നു. മറ്റു വണ്ടികൾ അങ്ങനെ ഓടിച്ചുകൊണ്ട് കയറ്റിയിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ജീപ്പിനോടുള്ള പ്രേമം അതെ അതെ അതെ. സെക്കൻഡ് ലവ് ആണോ ഫസ്റ്റ് ലവ് ആണോ? ഫസ്റ്റ് ലവ് ആണ് ഞാൻ സെക്കൻഡ് രണ്ടാം ഘട്ടമായി പോയി ഈ ഒരു കാര്യത്തിൽ വണ്ടി കാണുമ്പോൾ തന്നെ അറിയാലോ. വണ്ടി തുടച്ച് തൂത്ത് ആക്കര നക്കിയെല്ലാം വെച്ച് ആരും നോക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, അങ്ങനെയാണ്. ബെൻസ് വരെ ഓടിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് മാത്രം ഓടിച്ചിട്ടില്ല. അതാണ് സങ്കടം. ഇതുവരെ ഓടിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ? എനിക്ക് എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഡസ്റ്റർ ഓടിച്ചപ്പോഴാണ്. എന്റെ ആദ്യത്തെ മൈക്ര, അതൊക്കെ പിന്നെ മാരുതിയാനും അതല്ല, മൈക്ര ഇന്നും അന്നും തൊട്ടാ പറക്കണ വണ്ടിയാണ്. പക്ഷെ ഡസ്റ്റർ അതല്ല, നമ്മളൊന്ന് കാല് ഓർത്ത് പ്രസ് ചെയ്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കും. മൈക്ര നിൽക്കില്ല, അവൻ പോകും. പക്ഷെ ഇത് ഓടിക്കാത്തതുകൊണ്ടൊരു സങ്കടമുണ്ട്. ബെൻസ് എനിക്ക് കണ്ടുകൂടാ. അതിങ്ങനെ മൂടി പുതപ്പിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുക. അവിടെ കുഴി കാണുമ്പോ ഇവിടെ ചവിട്ടണം, എന്നിട്ട് ഇറങ്ങി കയറണം. ജീപ്പ് എന്ന് പറയുമ്പോൾ മറ്റുള്ള വണ്ടികളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു ഫീച്ചർ, ബാക്കി എന്തെങ്കിലും ആയിക്കോട്ടെ, റോഡ് വേണ്ട. അതിന് റോഡ് വേണ്ട. അത് കുഴി കൂടിയാ, പുഴയെ കൂടിയാ, തോട്ടി കൂടിയാ, മലയിൽ കൂടിയാ, പാറമേ കൂടെ എല്ലാം ഇറങ്ങി കയറി. ഈ മദാമക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയത് മഴ വീണു, അതോടെ റോഡ് മുഴുവൻ ചെളി വന്നു നിറഞ്ഞു. 3 വണ്ടി താന്നു, 2-3 വണ്ടിയുടെ ടയർ പൊടിഞ്ഞു. കാരണം ഈ ചെളിയുടെ അടിയിൽ പാറക്കല്ലുണ്ട്, അത് കാണാൻ പറ്റില്ല. ഇറങ്ങി ടപ്പോന്ന് ഇറങ്ങുമ്പോൾ ഇടിക്കുന്ന പാറക്കല്ലിടാ പോയിട്ട്. അപ്പോഴാണ് നമ്മൾ അതിന്റെ അടിയിൽ പാറ ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ റാംഗ്ലർ മറ്റെന്താണ് അതിന്റെ പേര്, വലിച്ചെടുക്കണം കാണാൻ എക്സ്പീരിയൻസ്, റയർ എക്സ്പീരിയൻസ്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഒത്തിരി പോയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ പോയിട്ടില്ല. ഈ മദാമക്കുളം എത്തിപ്പേക്ക് പല വണ്ടിയും പല സ്ഥലത്ത് കിടക്കാൻ തുടങ്ങി. കാരണം പോയില്ല, മറ്റവനെ കൊണ്ടുവന്ന് പൂ പോലെ എല്ലാത്തിനും വലിച്ച്. ബോണിയൻ ടീം പറയാതിരിക്കാൻ പറ്റും, ടിത്തോ ബോണി അവര് ഫുള്ള് മഴയത്ത് മോർണിംഗ് 9:30 തുടങ്ങിയ മഴ, അതും ഭയങ്കര ഒരു ഹെവി റെയിൻ ആയിരുന്നു. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു വെള്ളച്ചാട്ടത്തെ നമ്മൾ കടന്നു പോകും. അപ്പൊ നമുക്ക് റോഡ് കാണാൻ മടിയത്ത. തിരിച്ചു വരുമ്പോ ആ പ്രദേശത്ത് റോഡില്ല, അത്രയും വലിയ വെള്ളച്ചാട്ടമായി പോയി. അതൊക്കെ നമ്മൾ ക്രോസ് ചെയ്ത് കടന്ന സീൻ ഓർത്താലുണ്ടല്ലോ, ഈ പിള്ളേര് ഇറങ്ങി ആ വെള്ളച്ചാട്ടത്തിൽ ഒരു പാർക്കലുണ്ട്, അതിൽ കൂടി വണ്ടി കയറണം, അല്ലെങ്കിൽ നേരെ താഴത്തോട്ട് പോകും. അതിലവർ നിന്നാണ് എല്ലാത്തിനും 1 by 1 ആയിട്ട് കയറ്റിയത്. അതാണ് നേരത്തെ ആൻറ്റേട്ടൻ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു കോർഡിനേഷൻ, സപ്പോർട്ട്, ഡെഡിക്കേഷൻ ആൻഡ് ദേ ആർ വെരി സിൻസിയർ ഫോർ ദർ കമ്പനി. അവർ ട്രീറ്റ് ചെയ്തത് അവരുടെ ഓൺ ചൈൽഡ് ആയിട്ടാണ്. മനസ്സിലായോ? നമ്മൾ എത്ര കൊല്ലം എടുത്ത് നമ്മൾ ജീപ്പ് എടുത്തപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ജീപ്പ് എടുത്ത് ബ്ലസ് ചെയ്തു, പെട്രോൾ അടിച്ച് വീട്ടിൽ കുറഞ്ഞിട്ട് TV ഓണാക്കിയപ്പോൾ കണ്ടെന്താണെന്നറിയാമോ? ഇന്ത്യ ലോക്ക്ഡൗൺ മോദി അനൗൺസ് ചെയ്യുന്നു, പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്യുന്നു. അന്ന് കിടക്കണ വണ്ടി പിന്നെ ഇത് എന്നാ പുറത്തിറങ്ങി ഞങ്ങൾക്ക് ഓർമ്മയില്ല, അറിയോ? അപ്പൊ അങ്ങനെ ഇൻസിഡന്റ് പോലും ഈ വണ്ടിയുടെ പുറകിലുണ്ട്. പക്ഷെ വാക്കുകളിൽ പറയും വണ്ടിയാണ് ജീപ്പ്. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടിയെ പറ്റി എൻ്റെ ഓണേഴ്സ് ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയാന്ന് വെച്ചാൽ എത്രത്തോളം ഗംഭീര വണ്ടിയായിരിക്കണം എന്നാലും. കാരണം ഒരു കുറ്റവും പറയുന്നില്ല. മൈലേജിന്റെ കാര്യം തീർച്ചയായിട്ടും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്, നാച്ചുറലി ഉണ്ടാവും. ബാക്കി ഇത്രയും സ്നേഹം ഡീലർഷിപ്പിനോടും വണ്ടിയോടും ഞാൻ ഇതുവരെ ഇത്രയും കാലം നമ്മൾ ഈ റാപ്പിഡ് ഫെയർ ചെയ്തിട്ടും ഇത്ര ആത്മാർത്ഥമായിട്ട് ആരും പറഞ്ഞിട്ടില്ല. അത് തീർച്ചയായിട്ടും പിനക്കിൾ ജീപ്പിന് ഭയങ്കര ഒരു വലിയ അഭിനന്ദനം തന്നെയാണ് ആ കാര്യത്തിൽ. അവരുടെ മൺസൂൺ സർവീസ് ഉണ്ടായിരുന്നു, അത് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ബിക്കോസ് ഐ മോണിയയിൽ വർക്ക് ചെയ്ത് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് സർവീസ് എങ്ങനെ പോകണം എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ മദാമക്കുളത്തോട്ട് പോയപ്പോഴേക്കും റഷീദ് ഞങ്ങളുടെ വണ്ടിയിലായിരുന്നു, ഓണർ ഓഫ് ദിസ് ഷോറൂം പിനാക്കിൾ. അപ്പോൾ പിനാക്കിളിന്റെ ഓർഡറോട് ഞാൻ ഇതിനെപ്പറ്റി ഞങ്ങൾ കാഷ്വൽ ടോക്കിൽ ഇതെല്ലാം കയറി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് സർവീസ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റ് ഒരിക്കലും വിൽക്കാൻ പറ്റില്ല. അതിന് പോകും സർവീസ് പ്രോപ്പർ അല്ലെങ്കിൽ. അതുകൊണ്ട് എന്തോ പുള്ളി അത് ക്യാച്ച് ചെയ്തെന്ന് തോന്നുന്നു. അവര് മൺസൂൺ സർവീസ് പോയി ഞാനാണ് ഉദ്ഘാടനം. കുറെ ഇവരെല്ലാം കത്തിച്ചു ലേഡി ആയിട്ട് ഞാനത് ഉദ്ഘാടനം. അത് ഇൻ മൈ ലൈഫ് ഇസ് എ പ്രൗഡ് പറയാതിരിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറഞ്ഞാൽ 50 വർഷത്തിന് ശേഷമാണെങ്കിലും ഓഫ് റോഡിങ്ങിൽ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം നിലനിർത്തും വണ്ടി? ദീർഘകാലം ഇനി ഉണ്ടാവും? തൽക്കാലം ഇപ്പൊ ഞാൻ ഇത് വിൽക്കൂല. ഞാനിപ്പോ ഇത് വിറ്റാലും ഒരു ജീപ്പ് എടുക്കും. ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ കാര്യം വേറെ ഒന്നുമില്ല. ഇപ്പൊ ഇതിലിപ്പോ 360 ക്യാമറ ഒന്നും ഇല്ല, അതിപ്പോ വന്നത്. അപ്പൊ ഞാനിപ്പോ എനിക്ക് 360 ക്യാമറ ഉണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ 4 കൊല്ലം 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഞാനൊരു ജീപ്പ് വേറെ എന്തായാലും എടുക്കും. ജീപ്പിൻ്റെ എനിക്ക് അങ്ങനത്തെ ഒരു ഇതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ജീപ്പിൻ്റെ എനിക്കൊരു ഗുണം കണ്ട് നമ്മളിപ്പോൾ ഒരു റോട്ടിൽ കൂടി ഓടുമ്പോൾ നമ്മൾ ഏത് വണ്ടി ഓടിച്ചാലും ആദ്യം ഒരു കട്ടർ കാണുമ്പോൾ പതുക്കെ ചവിട്ടിയൊക്കെ പോകും. പക്ഷേ ഈ ഓഫ് റോഡ് കണ്ടു കഴിഞ്ഞാൽ പോയി വന്നപ്പോൾ ഇത് ചവിട്ടാറില്ല. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആ എക്സ്പീരിയൻസ് നമുക്ക് എപ്പോഴും അനുഭവത്തിൽ നിന്ന് കിട്ടും. അല്ലാതെ നമുക്ക് പുസ്തകം വായിച്ചിട്ടൊന്നും കിട്ടില്ല. പുസ്തകം വായിച്ചത് ഇപ്പം നമ്മൾ താങ്കളുടെ തന്നെ പ്രോഗ്രാം ഇഷ്ടം പോലെ കാണാറുണ്ട്. കാരണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വണ്ടീനെ കുറിച്ച് അറിയാനാണ്. താങ്കൾക്ക് അറിയാവുന്ന അത്ര വണ്ടികൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഈ എഞ്ചിനീയേഴ്സ് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പം എനിക്ക് ഈ വണ്ടിയുടെ ഒരു എൻതൂസിയാസം ഉള്ളതുകൊണ്ട് ഞാൻ അതെല്ലാം വാച്ച് ചെയ്യും. രാത്രി ഞങ്ങളൊരു 10-11 മണിയാകുമ്പോൾ യൂട്യൂബിൽ ഇതൊക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ പറഞ്ഞ പോലെ ജീപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയും ഒന്നും നോക്കാതെ കയറ്റിക്കൊണ്ട് പോകുന്ന വണ്ടിയാണ്. ഒരു തരത്തിലും പേടിക്കാതെ എവിടെയും കൊണ്ടുപോകാൻ സാധിക്കും. അത് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫ് റോഡ് മാത്രമല്ല, റോഡിലാണെങ്കിലും കുഴിയും ബമ്പും ഹമ്പും ഒന്നും ഒരു പ്രശ്നമല്ല. എല്ലാ തരത്തിലും വളരെ സെക്യൂർഡായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ റാപ്പിഡ് ഫെയർ അവസാനിക്കുകയാണ്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, മാരുതി സുസുക്കിയുടെ ഓഫേഴ്സ് എല്ലാം, ഈ ഓണക്കാലത്തെ ഓഫേഴ്സ് എല്ലാം നിങ്ങൾ കേട്ട് കാണുമല്ലോ. അതായത് ഓഗസ്റ്റ് 18 മുമ്പാണ് നിങ്ങൾ അരീനയിലെ മോഡലുകൾ ബുക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന 10,000 രൂപയുടെ ഒരു സ്വർണ്ണ നാണയവും കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകളുമാണ്. അതിനുശേഷമുണ്ട് സമ്മാനങ്ങൾ. പക്ഷേ അതിൽ ഈ സ്വർണ്ണ നാണയം ഉൾപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും വാഹനം വാങ്ങി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് 18 മുമ്പ് ബുക്ക് ചെയ്യുക. അങ്ങനെ സമ്മാനങ്ങൾ നേടുക. ഏറ്റവും പുതിയ സ്വിഫ്റ്റിനടക്കമുള്ള ആനുകൂല്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ വീഡിയോ കാണാൻ എല്ലാവർക്കും നന്ദി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.